എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദൈവം നാമം വാഴ്ത്തുമാറാകട്ടെ. ഈ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളേവരെയും ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രഭാത ചിന്താ വിഷയം എ മുതൽ ഇസഡ് വരെയുള്ളതായ കർത്താവ് എന്ന ചിന്താ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം പ്രഭാതത്തിൽ ചിന്തിപ്പാൻ തക്കൊണ്ട് ഒരുങ്ങുന്നത്. നാം പ്രാർത്ഥനയായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ തരുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം എങ്ങനെ നമ്മൾ പറയുന്നു: ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ഇന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് ലോകത്തിലെ നദികളുടെ ഏറ്റവും വലിയ വ്യാപ്തി അനുസരിച്ച് നാം നോക്കുകയാണെങ്കിൽ ആമസോൺ എന്ന് പറഞ്ഞായ നദി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു നദിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചിന്തിക്കുമ്പോഴത്തേക്ക് ജെഫേഴ്സ് ബോസ് എന്ന് പറഞ്ഞായ ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ് ഒരു പുതിയ ഒരു ഓൺലൈൻ സംരംഭമായിട്ട് അതിനെ നന്നായിട്ട് വിപുലീകരിക്കുവാൻ തക്കണം അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കരുതി, തൻ്റെ ഈ പുസ്തകശാല ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പുസ്തകശാലയായിട്ട് മാറണമെന്ന് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചു. ഇവിടെ ഏകദേശം ഒരു 25 വർഷം കഴിയുമ്പോഴത്തേക്ക് ആമസോൺ എന്ന് പറഞ്ഞായ ഒരു കമ്പനി അതിൻ്റെ ലോഗോ കാണിക്കുന്നത് പോലെ എ മുതൽ ഇസഡ് വരെയുള്ളതായ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന കമ്പനിയായിട്ട് അത് മാറുകയും ചെയ്തു. നമുക്കറിയാം, ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ വേണ്ടതായ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു കമ്പനിയായിട്ട് ഇന്ന് ആമസോൺ മാറിയിരിക്കുന്നു. ആ കമ്പനിക്കകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി മറ്റൊരു സ്ഥാപനത്തിൽ കയറി ഒരു സാധനവും വാങ്ങേണ്ടത് ആവശ്യമില്ല. എല്ലാ സാധനങ്ങളും നമുക്ക് കമ്പനി തന്നെ വാങ്ങാൻ നോക്കണം സാധ്യമാകുന്നുണ്ട്. ആയതുകൊണ്ടാണ് ഇവിടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം നാം ആമുഖമായിട്ട് വായിച്ച വാക്യം, അത് കർത്താവ് സ്വയം തന്നെക്കുറിച്ച് വിവരിക്കുന്നതാണ്. നാം ആമുഖ വാക്യമായി വായിച്ചു കേട്ടത് അൽഫ എന്നത് ഒരു ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരവും ഒമേഗ എന്നത് അവസാനത്തെ അക്ഷരവുമാണ്. ഇംഗ്ലീഷിലും അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം. പിതാവായ ദൈവത്തെ പോലെ പുത്രനും എല്ലാ വിധത്തിലും നിത്യനും സ്വയം അസ്തിത്വമുള്ളവനും അനന്തവുമാണെന്ന് പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും പഴയ പേരുകൾ ഒന്നായ എൽ ഷദായ് എന്ന പേര്, അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയുന്നു: സർവശക്തൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പ്രിയമുള്ള ദൈവജനമേ, ക്രിസ്തു സൃഷ്ടിയല്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ത്രിയേക ദൈവം ഒരാൾ മറ്റുള്ളവരോട് കുറവുള്ളതോ കീഴ്പ്പെടുന്നതോ ആയ ഒരു ശ്രേണിയിലല്ല. ഒരു ഏകീകൃത ഇച്ഛാശക്തിയുടെ കീഴിലുള്ള 3 പേർക്കും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഉണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അൽഫയോടും ഒമേഗയോടും വിശ്വസ്തരാണെങ്കിൽ എന്നെങ്കിലും അഖിലാണ്ടത്തിലെ ഏറ്റവും വലിയ നദിയായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന പളുങ്കു നദിക്കരികിൽ നിൽക്കുവാൻ ആ വലിയ കർത്താവ് ഇന്നത്തെ പ്രഭാതത്തിൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള എൻ്റെ ശ്രോതാക്കളെ, ആ വലിയ നദിയിൽ നിൽപ്പാൻ തക്കോണം ഞാൻ നിങ്ങളും ഒരുക്കമുള്ള മക്കളെ തീരുവാൻ അനേകരെ ഒരുക്കുകയും നാമും കൂടെ ഒരുങ്ങുവാൻ തക്കോണം ഇന്നത്തെ പ്രഭാതം നമ്മേവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, നല്ല സമയത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ചിന്താവിഷയം അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായി തീരുവാൻ തക്കണം സഹായിക്കുമാറണം. ഈ പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹം തീരുവാൻ തക്കണം, ഓരോ മക്കളെയും അനുഗ്രഹിക്കുമാറാണ്. ഇത് കേൾക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിൽ ഈ വിഷയം ചിന്തിപ്പാൻ തക്കണം, അങ്ങ് സഹായിക്കുമാറാകണം. മാനവത്വം കർത്താവ് എടുക്കണം, സകലതും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.